ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം അറിവിൻ്റെ വാതായനങ്ങൾ. അതിലെ ഒരു ഭാഗം ചെയ്തു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് രണ്ടാമത്തെ പാർട്ടാണ്. അതായത് കണ്ണിൻ്റെ ഘടനയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണ്? നേത്രനാഡിയാണ്. നേത്രനാഡി അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ്. നേത്രനാഡി അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ്. എന്താണ് ഒപ്റ്റിക് നെർവ്? അതായത് പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നേത്രനാഡി. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആരാണ് കൊണ്ടുപോകുന്നത്? നേത്രനാഡിയാണ് കൊണ്ടുപോകുന്നത്. ഇതാണ് നേത്രനാഡി. അപ്പോൾ ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്ന കണ്ണിലെ ഭാഗം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നേത്രനാഡിയാണ്. കാരണം ആവേഗങ്ങളെയാണ് മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് പഠിക്കാനുള്ളത് കണ്ണിലെ ദ്രവങ്ങളാണ്. അപ്പോൾ കണ്ണിലെ ദ്രവങ്ങൾ, 2 തരം ദ്രവങ്ങളാണ് കണ്ണിലുള്ളത്. അതായത് അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. ഇതൊക്കെയാണ് അക്വസ് ദ്രവം, അതുപോലെ തന്നെ വിട്രിയസ് ദ്രവം. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലെയുള്ള ദ്രാവകം, ഇതാണ് നമ്മുടെ കോർണിയ. ഇതാണ് കോർണിയ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലെൻസ്. അപ്പം കോർണിയക്കും ലെൻസിനും ഇടയിൽ അക്വസ് അറ. ഇവിടെ ജലം പോലെ, ഇതാണ് അക്വസ് അറ എന്ന് പറയുന്നത്. ഇവിടെ ജലം പോലെയുള്ള ദ്രാവകമാണ് അക്വസ് ദ്രവം. അപ്പോൾ അക്വസ് ദ്രവം ജലം പോലെയുള്ള ദ്രാവകമാണ്. ഇതെവിടുന്നാണ് രൂപം കൊള്ളുന്നത്? ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു. രക്തത്തിൽ നിന്നാണ് ഇത് രൂപം കൊള്ളുന്നതും അതുപോലെ തന്നെ രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ധർമ്മം എന്താണ്? കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നതാണ് ഇതിൻ്റെ ധർമ്മം. അപ്പോൾ അക്വസ് ദ്രവം, ഇതിൻ്റെ ധർമ്മം എന്താണ്? കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. അടുത്തത് വിട്രിയസ് ദ്രവം. എന്താണ് വിട്രിയസ് ദ്രവം? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ, ഇതാണ് നമ്മുടെ ലെൻസ്, ഇവിടെയാണ് റെറ്റിന. അപ്പം ഈ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ വിട്രിയസ് അറ, ഇതാണ് വിട്രിയസ് അറ. ഇതിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലെയുള്ള ദ്രാവകമാണ് ഏത്? വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണ് ഇതിൻ്റെ ധർമ്മം എന്താണ്? ഇതിൻ്റെ ധർമ്മം കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. കണ്ണിൻ്റെ ആകൃതി നിലനിർത്തുന്നു. അപ്പോൾ കണ്ണിലെ ദ്രവങ്ങൾ അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. അക്വസ് ദ്രവം കാണപ്പെടുന്നത് എവിടെയാണ്? അതായത് കോർണിയക്കും ലെൻസിനും ഇടയിലും. വിട്രിയസ് ദ്രവം കാണപ്പെടുന്നതോ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ. ഇതിന് ജെല്ലി പോലെയുള്ള ദ്രാവകമാണ് വിട്രിയസ് ദ്രാവകം. ജലം പോലെയുള്ള ദ്രാവകമാണ് അക്വസ് ദ്രവം. അപ്പം ഇതിൻ്റെ ധർമ്മം എന്താണ്? അക്വസ് ദ്രവത്തിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. അടുത്തത് കണ്ണിലെ പ്രകാശ ക്രമീകരണം. നമുക്കറിയാം, കൂടിയ അളവിൽ പ്രകാശം പ്രവേശിക്കുന്നത് കണ്ണിലെ കലകൾക്ക് ദോഷകരമാണ്, അല്ലേ? അപ്പം ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിൾ എന്ന സുഷിരവും കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഐറിസ് എവിടെയാണെന്നും പ്യൂപ്പിൾ എവിടെയാണെന്നും വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിൾ എന്ന സുഷിരവും കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. അപ്പോൾ ആരാണ് നിയന്ത്രിക്കുന്നത്? ഐറിസും പ്യൂപ്പിളും. മങ്ങിയ പ്രകാശത്തിലും തീവ്രപ്രകാശത്തിലും
പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം. എന്താണ് മാറ്റം? മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളുണ്ടാകുന്ന മാറ്റം എന്താണ്? പ്യൂപ്പിൾ ഇവിടെ വികസിച്ചിട്ടാണ് കാണുന്നത് അല്ലേ. തീവ്രപ്രകാശത്തിലോ പ്യൂപ്പിൾ എന്ത് ചെയ്യും? പ്യൂപ്പിൾ ചുരുങ്ങുന്നു. അപ്പോൾ തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിളുണ്ടാകുന്ന മാറ്റം പ്യൂപ്പിൾ ചുരുങ്ങുകയും മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ എന്ത് ചെയ്യും? പ്യൂപ്പിൾ വികസിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് ഇവിടെ ഐറിസിനെ പറ്റി പറഞ്ഞു അല്ലേ. ഐറിസിലെ വലിയ പേശികളുടെയും റേഡിയൽ പേശികളുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത്. അപ്പോൾ പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നു എന്ന് നമ്മൾ ആദ്യമേ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്? ഐറിസിലെ വലിയ പേശികളുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത്. അപ്പം ഇതാണ് റേഡിയൽ പേശികൾ. ഇതാണ് വലയ പേശികൾ. അപ്പോൾ ഐറിസിനുള്ളിൽ ഉള്ള റേഡിയൽ പേശികളുണ്ട്, വലയ പേശികളുണ്ട്. അപ്പോൾ ഈ ഐറിസിനുള്ളിലെ വലയ പേശികളുടെയും റേഡിയൽ പേശികളുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത്. അപ്പോൾ മങ്ങിയ പ്രകാശത്തിൽ ഇവിടെ നോക്കുക, മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ. അപ്പോൾ ഇവിടെ എന്താണ്? റേഡിയൽ പേശികൾ. ഇപ്പോൾ ഈ റേഡിയൽ പേശികൾ എന്താണ്? ഇവിടെ സങ്കോചിച്ചേ ഉള്ളത് അല്ലേ, സങ്കോചിക്കുന്നു. അപ്പോൾ എന്താ നടക്കുന്നത്? പ്യൂപ്പിൾ വികസിക്കുന്നു. അതുപോലെ തന്നെ തീവ്രപ്രകാശത്തിൽ ഇവിടെ എന്താ നടക്കുന്നത്? വലയ പേശികൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. തീവ്രപ്രകാശത്തിൽ ഏത് പേശികളാണ് സങ്കോചിക്കുന്നത്? വലയ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. വലിയ പേശികൾ അല്ലെങ്കിൽ സർക്കുലർ മസിൽ എന്ന് പറയും. അപ്പോൾ ഇത് സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. അങ്ങനെ പ്രകാശ തീവ്രതക്കനുസൃതമായി ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു. അങ്ങനെയാണ് പ്രകാശ തീവ്രതക്കനുസൃതമായി ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ പാഠഭാഗങ്ങളും പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പം ഇത്ര വരെ എല്ലാവരും ഒന്നും കൂടി വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഒരു വ്യക്തത വരുത്തുക. എന്നാൽ മാത്രമേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.